കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനും സമരനായകനുമായ അഭിജിത്ത് ദീപ്കെ ഇപ്പോൾ ഒരു പുതിയ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. അദ്ദേഹം ആ പുതിയ എക്സ് പോസ്റ്റിൽ പറയുന്നത് തനിക്ക് ടൈഫോയിഡ് ആണെന്നും സമരം നയിക്കാൻ കഴിയില്ല എന്നും തന്റെ അണികൾ ഈ സമരം തുടരുമെന്നും വിജയം വരെ അവർ പോരാടുമെന്നും ഒക്കെയാണ് ഈ അഭിജിത്ത് ദീപ്കെ പറയുന്നത്. ഏതായാലും അഭിജിത്ത് ദീപ്കെതിരെ ഇപ്പോൾ അണികൾക്കിടയിൽ തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട്. കാരണം തുടക്കം മുതൽ തന്നെ ഒരു ഉഴപ്പനായിട്ടുള്ള ഒരു സമര നേതാവാണ് ഇദ്ദേഹം. കാരണം തുടക്കത്തിൽ വരുന്നു, ചൂട് കൂടുതലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് AC കാറിൽ കയറുന്നു, അദ്ദേഹത്തിന്റെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്യുന്നു, പിന്നെ രാത്രിയോടുകൂടി വരുന്നു, കുറച്ചു നേരം ഇരിക്കുന്നു, തിരിച്ചു പോകുന്നു. വാങ്ങിച്ചൊക്കെ നിരാഹാരം കിടക്കുമ്പോൾ അദ്ദേഹത്തിന് തൊട്ടടുത്തിരുന്ന് ബർഗർ കഴിച്ചതും ഈ മഹാനായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ല എന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നിരാഹാര സമരം അനൗൺസ് ചെയ്തിരുന്നു. പക്ഷേ ആ നിരാഹാര സമരം 24 മണിക്കൂർ പോലും തികഞ്ഞില്ല. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഫുഡ് കഴിക്കാതിരുന്ന തനിക്ക് തലവേദന വരുമെന്നാണ്. ഏതായാലും സമരം കടുക്കുകയും ദില്ലി പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന സൂചന പുറത്തു വരികയും ചെയ്തതോടുകൂടി തന്നെ ഇപ്പോൾ ഈ അഭിജിത്ത് ദീപ്കയുടെ പുതിയ എക്സ്പോസ്റ്റ് വന്നിരിക്കുന്നു. തനിക്ക് ടൈഫോയിഡ് ആണ്, അതുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ സമരനായകൻ ഏതായാലും നന്നായിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ജൻസികളാണ് ഈ സമരം ചെയ്ത് ഈ രാജ്യത്തെ പിടിച്ചടക്കി പുതിയ ഭാരതം സൃഷ്ടിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ളവർ ഒരു തലപ്പത്തേക്കൊക്കെ വന്നാൽ എങ്ങനെയാകും എന്നുള്ള കൂടി നമ്മൾ മനസ്സിലാക്കണം. പാവപ്പെട്ട ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പിള്ളേരൊക്കെ അവിടെ വെയിലും കൊണ്ട് പോലീസിന്റെ അടിയും കുത്തും കൊണ്ട് കിടക്കുമ്പോൾ സമരനായകൻ AC റൂമിലാണ്. ഇതിന്റെ വിഷ്വൽസ് ന്യൂസ് ഇന്ത്യ മലയാളം നേരത്തെ പുറത്തു വിട്ടിരുന്നു. അദ്ദേഹത്തിന്റെ താമസിക്കുന്ന ഹോട്ടലും ആ ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വരുന്നതും ഒക്കെ ആയിട്ടുള്ള വിഷ്വൽസ്. ഏതായാലും എന്താണ് ഇനി ഭാവി എന്ന് ബാക്കി നോക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.